ഹലോ. ഇന്ന് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഓണം ആഘോഷിക്കാനാണ്. വലിയ കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ ട്രിവാൻഡ്രം മൊത്തം ഒന്ന് കറങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് പോകുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ മീൻകുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ പേടിക്കേണ്ട, ആ സന്തോഷമൊന്നും അധികം നേരെ ഉണ്ടായില്ല. പണി വരാൻ കിടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അക്വാ ഷോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഫേവററ്റ് ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. പക്ഷേ അതിനകത്ത് ഇരിക്കാൻ കൂടി സ്ഥലമില്ലായിരുന്നു. ലുലുവിൽ അത്രയും തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഐസ്ക്രീമും വാങ്ങിച്ച് ഞങ്ങൾ കാറിലേക്ക് വന്നു. ഇതെൻ്റെ ഫേവററ്റ് ചോക്ലേറ്റ് ഐസ്ക്രീം. ആ ചോക്ലേറ്റ് ട്രഫിൾ സൺഡേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐസ്ക്രീമൊക്കെ കഴിച്ച് ആ എനർജിയിൽ അക്വാ ഷോ മുഴുവൻ കറങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുകയാണ്. പക്ഷേ ഐസ്ക്രീം കഴിച്ചത് മാത്രം വേസ്റ്റ് ആയിപ്പോയി, ഒന്നും കറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അക്വാ ഷോയിലെത്തി. ആക്ച്വലി കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ടിക്കറ്റ് തന്നെ കിട്ടിയത്. കയറി കുറച്ച് ദൂരം മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അപ്പോഴത്തേക്ക് സ്പെഷ്യൽ എഫക്റ്റ് ആണെന്ന് കരുതിയിട്ട് ഒരു ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങി. ശരിക്കും സ്പെഷ്യൽ എഫക്റ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. അത് ചെറിയൊരു ഷോർട്ട് സർക്യൂട്ടായിരുന്നു. വളരെ വലിയ ഒരു ഫയറായി എന്നൊന്നും പറയുന്നില്ല, ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ടായിരുന്നു. അപ്പോൾ ഫയറായി എന്നുള്ള ആൾക്കാർ വിളിക്കുന്നത് കേട്ടിട്ട് ഞങ്ങളെല്ലാവരും പുറത്തോട്ട് വരികയാണ് ചെയ്തത്. പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. റീഫണ്ടിൻ്റെ പേരിലും കുറേ ആൾക്കാർ കുറച്ച് ദൂരെ നിന്ന് വന്ന കൊല്ലത്തു നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അപ്പം തന്നെ റീഫണ്ട് വേണം എന്നുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഞങ്ങൾ ഈ അടിയിലൊന്നും പെടാതെ ദൂരെ മാറി നിൽക്കുമായിരുന്നു. അന്ന് മൊത്തവും എനിക്ക് തോന്നുന്നു വൈകിട്ട് രാത്രി ആവുന്നത് വരെ അവിടെ തന്നെയാണ്. തിരിച്ച് കയറാൻ പറ്റുമോ എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ പറ്റിയില്ല. അവർ നമുക്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീഫണ്ട് അയച്ചു കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ വളരെ ജെനുവിനായിട്ട് തന്നെയാണ്. ഒരു ചെറിയ ഷോർട്ട് സർക്യൂട്ടായിരുന്നു, ഇത്രയും പാനിക്കാവേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ എല്ലാവരും പാനിക്കായി. ഐ തിങ്ക് ദാറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇപ്പോഴും ആ ഷോ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ തിരിച്ച് വന്ന് ലുലുവിൽ കയറി കുറച്ച് ഫുഡൊക്കെ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ രാത്രി മുഴുവൻ അവിടെ കറങ്ങണം എന്നുള്ള വിചാരിച്ച് വന്നിട്ടും ഒന്നും നടന്നില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ, സംടൈംസ് തിങ്സ് ഹാപ്പൻ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചീസും ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് ഐറ്റംസും ഒക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ ഓണപ്പരിപാടികൾ ഇതാ അവസാനിച്ചു. പക്ഷേ ശരിക്കും അവസാനിച്ചിട്ടില്ല. കാരണം തിരുവോണത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ കാണാറുണ്ട്. രണ്ടുപേര് രണ്ട് വീട്ടിലാണെങ്കിലും അവരവരുടെ വീട്ടിൽ കുറച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൂടി കണ്ടാലോ. ഹലോ, അപ്പൊ ഞാൻ കംപ്ലീറ്റ് ചെയ്താ റെഡിയായി. ആക്ച്വലി കുളിക്കാത്ത പോലെ ഉണ്ടെങ്കിലും രാവിലെ 8 മണിക്ക് എണീറ്റ് കുളിച്ചതാണ്. അതങ്ങനെയാണ്. കേർലി ഹെയർ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പ്രോഡക്ട്സ് കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ പ്രോഡക്ട്സ് ഇരിക്കുമ്പോൾ മാത്രമാണ് കേൾസ് ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടിരിക്കുക. അല്ലാത്തപ്പോ ഇതാണ് നാച്ചുറലി ഞങ്ങൾ ഒരു ബ്രഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ലുക്കായിട്ടാണ് ഇരിക്കാറ്. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എനിക്ക് എപ്പോഴും എന്റെ മുടി ഭയങ്കര ക്രിസ്പി ആയിട്ട് അത്രയും ഡിഫൈൻഡ് ആയിട്ട് ഇരിക്കണം എന്നൊന്നും ഞാൻ അങ്ങനെ വാശി പിടിക്കാറില്ല. ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യാം. മാക്സിമം ഹീറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇല്ലാത്തപ്പോ കുറച്ച് ക്രീംസ് യൂസ് ചെയ്ത് എനിക്ക് ഏതെങ്കിലും ഫംഗ്ഷൻ ഒക്കെ പോകണമെങ്കിൽ ഞാനൊന്ന് ഡിഫൈൻ ചെയ്തിരുന്നല്ല. നോർമലി എന്റെ മുടി ഇങ്ങനെയായിരിക്കുക. ആൻഡ് ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. ദിസ് ഇസ് മൈ നാച്ചുറൽ ഹെയർ ആൻഡ് സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദാറ്റ്. അപ്പോ ഇതെല്ലാം റെഡിയായി. ഇനി സദ്യ കഴിക്കാനുണ്ട്. പിന്നെ ഡിന്നർ മിക്കവാറും എന്തെങ്കിലും നോൺ വെജ് കുക്ക് ചെയ്യുമായിരിക്കും. കാരണം ഫുൾ വെജ് ആണല്ലോ ഉച്ചയ്ക്ക് കഴിച്ചത്, സദ്യയൊക്കെ ആണല്ലോ. അങ്ങനെ പായസമൊക്കെ കഴിച്ച് സദ്യയെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറ്റി ഞാൻ എന്തെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിലേക്ക് എന്തായാലും മാറും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണമല്ലോ, അതാണല്ലോ അതിന്റെ ഒരു രീതി. അപ്പൊ അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കണം. പിന്നെ കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിൽ മാറി കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഒരു അജണ്ട. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വണ്ടി പോകും. അതെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. കുറച്ച് നേരം ഫോട്ടോസ്, നല്ല 2 ഫോട്ടോസ് കിട്ടിയ എന്റെ സിസ്റ്റർ ഉണ്ട്. ഞങ്ങളുടെ നല്ല 2 ഫോട്ടോസ് കിട്ടിയാൽ വളരെ സന്തോഷം. അത് കഴിഞ്ഞ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഞാൻ നിറയെ ഫുഡ് കഴിക്കാം, ഓണസദ്യ കഴിക്കാം. കുറെ നാളായി ഓണസദ്യയൊക്കെ കഴിച്ചിട്ട്. കാരണം ഓണത്തിനല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ പാവ ഈ സെറ്റ് സാരി ഞാൻ പുതിയതായിട്ടൊന്നും മേടിച്ചില്ല കേട്ടോ. ഇപ്പൊ ഉള്ളത് വെച്ചായിട്ടത്. കാരണം എല്ലാ വർഷവും ഓരോ സാരി മേടിക്കും. പിന്നെ അത് അടുത്ത വിഷുവിനോ ഓണത്തിനോ എടുത്താലായി, എടുത്തില്ലെങ്കിലായി, അങ്ങനെ അങ്ങ് ഇരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ കയ്യിലുണ്ടായിരുന്ന സാരി തന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ട് ഒരു തവണ പോലും ഫോട്ടോ എടുക്കാൻ ഭാഗ്യം കിട്ടാത്ത എന്റെ ഈ പാവ സാരിയെ തിരിച്ചെടുത്ത് കൊണ്ടുവന്ന് എനിക്കൊരു ഫോട്ടോ എങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണയും അതേ സാരി തന്നെയാണ് എടുത്തത്. പക്ഷെ കഴിഞ്ഞ തവണ ഒരു ഫോട്ടോ പോലും എടുക്കാത്തതുകൊണ്ട് ഇതിനെ കുറിച്ചുള്ള വിവരമേ ആർക്കും ഇല്ല. ഇത് ആരും കണ്ടിട്ടേ ഇല്ല. എന്നെ ജിമ്മിലെ ഫംഗ്ഷൻ എടുത്തതാ. അവിടെയുള്ള ആൾക്കാർ കുറച്ച് പേര് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ സാരി ആരും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല സാരിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോപ്പർ ഷെയ്ഡ് സാരി.
നോർമലി നമുക്ക് കസവ് സാരി എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ വരും, സിൽവർ വരും, അല്ലെ, സിൽവർ സാരി വരുന്ന ബോർഡർ വരുന്നതുണ്ട്. പക്ഷെ ഇത് ഒരു കോപ്പർ കളറാണ് ഇതിന്റെ ബ്ലൗസും. ഇത് രണ്ടും സെപ്പറേറ്റ് എടുത്താട്ടോ. അത് റാൻഡം ആയിട്ട് മാച്ച് ചെയ്ത് കിട്ടിയ ഒരു ബ്ലൗസും റാൻഡം ആയിട്ട് മാച്ച് ചെയ്ത് കിട്ടിയ ഒരു സാരിയും. പക്ഷെ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ വളരെ ഭംഗിയുണ്ടായി. എനിക്ക് ഇഷ്ടമായി നല്ലോണം. കഴിഞ്ഞ വർഷം എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ വർഷം എടുത്തിട്ടും അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അത് ഔട്ട് ഓഫ് സ്റ്റൈലൊന്നും പോയിട്ടില്ല. കാരണം അധികം കോപ്പർ ഫിനിഷ് ഉള്ള സാരീസ് ട്രെൻഡിൽ ആയിട്ടില്ല. ഇത്തവണത്തെ ട്രെൻഡ് ഇതല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത്രയും ട്രെൻഡിൽ വന്നിട്ടുള്ള ഒരു സാരിയല്ല. ആൾക്കാർ നോർമലി പ്രിഫർ ചെയ്യുന്ന ഒരു സാരി അല്ല ഇത്. ബട്ട് സ്റ്റിൽ എനിക്കത് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം എടുത്തതാണ്. ഐ ഹാവ് ആക്ച്വലി എ കസർ സാരി വിത്ത് ബ്ലാക്ക് ബ്ലൗസ് ആൻഡ് ഓൾ. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഡിഫറെന്റ് അല്ലേ, അതുകൊണ്ടാണ് ഈ സാരി ഓപ്റ്റ് ചെയ്തത്. അപ്പൊ എന്താ, ഇത് കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണാം. നമ്മുടെ കലാപരിപാടികളൊക്കെ അതാണല്ലോ, അങ്ങനെയാണല്ലോ ഒരു ഓണം എന്ന് പറയുമ്പോൾ. അപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ കാണാം, കുറച്ച് അത്തപ്പൂക്കളമൊക്കെ കാണാം, പിന്നെ സദ്യ കാണാം, കുറെ ഫുഡ് കാണാം. ഇന്നത്തെ ദിവസം കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ വീട്ടിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുക. നാളെയാണ് ശരിക്കും കുറെ കറങ്ങാനിട്ടത്. ഞങ്ങക്ക് കുറെ ഓണം പരിപാടികൾ എന്ന് പറയാനില്ല, ഞങ്ങൾ കുറെ എൻജോയ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നാളെയാണ്. ഇന്ന് പുള്ളിനെ കാണാൻ പറ്റില്ല, കാരണം തിരുവോണം അങ്ങനെയാണല്ലോ, നമ്മൾ നമ്മുടെ വീട്ടിലാണല്ലോ ആഘോഷിക്കുന്നത്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നാളെയാണ് ഞങ്ങളുടെ ബാക്കി കലാപരിപാടികളും. ബാക്കി കലാപരിപാടികൾ ഇൻ ദ സെൻസ് ഞങ്ങളുടെ കറങ്ങാനും ഒക്കെ പോകുന്ന ദിവസം നാളെ. അപ്പൊ കുറച്ച് ഫോട്ടോസ് ആണല്ലേ. ഞാനെടുത്ത കുറച്ച് സെൽഫ് പോർട്രേറ്റ്സ് ആണ്, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇറ്റ് വാസ് ഇൻസ്റ്റാ വർത്തി ഐ ഗെസ്. അങ്ങനെ സദ്യ കഴിക്കാനുള്ള സമയമായി. അങ്ങനെ ഇഞ്ചിക്കറിയും അച്ചാറും വന്നു, പിന്നെ കുഞ്ഞു പരിപ്പോടെയും കുഞ്ഞുണ്ണിയപ്പവും വന്നു. അത് രണ്ടും ഞാൻ ബാക്കി ചോറും ബാക്കി കാര്യങ്ങൾ വിളമ്പുന്നതിന് മുന്നേ തീർന്നു കഴിഞ്ഞു. എൻ്റെ ഇലയിൽ ഒരിക്കലും വറ്റലോ ഉപ്പേരിയോ പരിപ്പോടെയോ ഉണ്ണിയപ്പോ ഒന്നും ഇരിക്കാറില്ല, അതൊക്കെ ആദ്യമേ തീരും. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് കുറച്ച് കറികൾ വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ബീട്രൂട്ട് കിച്ചടിയാണ് കേട്ടോ. പിന്നെ ചോറ്, പരിപ്പ്, നെയ്യ് ഞാൻ ചോദിച്ച് വാങ്ങുന്നുണ്ടായി കുറച്ച് കൂടുതൽ, പിന്നെ പപ്പടം. അങ്ങനെ നല്ലൊരു സദ്യ കഴിച്ചു കഴിഞ്ഞ് ചോറും പുളിശ്ശേരിയും. ഇതാ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരിപ്പ് പായസം, അടപ്രഥമൻ, പിന്നെ ഫേവറേറ്റ് ബോളി ആൻഡ് പാലട. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് മോരും കുടിച്ച് നമ്മളിതാ ഇല മടക്കി. ഇത് കഴിഞ്ഞ് വൈകിട്ടത്തെ നോൺ വെജ് ഓപ്ഷൻസ് ആയിട്ടുള്ള ചിക്കൻ ടിക്കയൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഞാൻ ഈ ആടിക്കൊണ്ടിരിക്കുന്നത് നോക്കണ്ട, ആടിക്കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. അതുകൊണ്ട് ഒന്നും തന്നെ റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ നമ്മുടെ ഓണം ഇവിടെ ഈ ആടി അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ.